ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ വിനീതമായ സ്നേഹവന്ദനം. സുവിശേഷത്തിൻ്റെ തലയും താക്കോലും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ക്രൂശാണ്. ആത്മീയത്തിൻ്റെ ഉന്നത പദവിയിലേക്ക് അടുത്തെത്തിയപ്പോൾ ധന്യനായിരിക്കുന്ന പൗലോസ്ലീഹ ഇപ്രകാരം വ്യക്തമായി സാക്ഷ്യത്തോടെ പറഞ്ഞു: ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ അല്ലാതെ മറ്റൊന്നും അറിയാത്തവനായി നിങ്ങളുടെ മുമ്പിൽ ഇരിക്കണം എന്ന് ഞാൻ നിർണയിച്ചിരിക്കുന്നു. ഓരോ വ്യക്തിയുടെയും ജീവിതത്തിലെ വ്യക്തമായ സ്പഷ്ടമായ നിർണയം കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ക്രൂശായിരിക്കണം. ക്രൂശിക്കപ്പെട്ട ക്രിസ്തു, ക്രൂശ് മാത്രമല്ല, ക്രിസ്തു മാത്രമല്ല, കർത്താവായ യേശുക്രിസ്തു ക്രൂശിക്കപ്പെട്ട് കിടക്കുന്ന ക്രൂശിക്കപ്പെട്ട കർത്താവായ യേശുക്രിസ്തു. കർത്താവായ യേശുക്രിസ്തു ക്രൂശിലേക്ക് കയറുന്നതിന് മുൻപ് സഹനത്തിൻ്റെ പാതയിലൂടെ വഴിത്താരയിലൂടെ നടന്നുപോയി, വേദനയുടെ വഴിത്താരയിലൂടെ കടന്നുപോയി. കർത്താവായ യേശുക്രിസ്തുവിന് സഹനത്തിൻ്റെ വഴിത്താരയിലെ 3 സ്ഥലങ്ങളാണ്, 3 രംഗങ്ങളാണ് നമ്മുടെ ഇന്നത്തെ ധ്യാന വിഷയം. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വേദനയുടെ ക്രൂശിൻ്റെ വഴിത്താരയിലെ 3 സ്ഥലങ്ങൾ. ഈ 3 സ്ഥലങ്ങൾ ഉണർത്തുന്ന ആഴമേറിയ ചില ആത്മീയ ധ്യാനങ്ങളുണ്ട്, മർമ്മങ്ങളുണ്ട്. ഒന്നാമത്തെ സ്ഥലം ഗെത്സമനെയാണ്, ഒലിവുമല. രണ്ടാമത്തെ സ്ഥലം ഗബഥയാണ്, ഗബഥ, കൽത്തളം അല്ലെങ്കിൽ പ്രേറ്റോറിയം. മൂന്നാമത്തെ സ്ഥലം ഗോകുൽത്തയാണ്, കാൽവറി മല, തലയോടിടം. ഈ 3 സ്ഥലങ്ങളെക്കുറിച്ച് നമുക്ക് ധ്യാനിക്കാം. ഒന്നാമത്തേത് ഗെത്സമന. ലൂക്കോസിന്റെ സുവിശേഷം 22-ാം അധ്യായം 39 മുതൽ 44 വരെയുള്ളതായ വാക്യങ്ങൾ നമുക്ക് ശ്രദ്ധയോടെ വായിച്ച് കേൾക്കാം. പിന്നെ അവൻ പതിവ് പോലെ ഒലിവുമലയ്ക്ക് പുറപ്പെട്ടു പോയി. ശിഷ്യന്മാരും അവനെ അനുഗമിച്ചു. ആ സ്ഥലത്തെത്തിയപ്പോൾ അവൻ അവരോട്, നിങ്ങൾ പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ പ്രാർത്ഥിപ്പീൻ എന്ന് പറഞ്ഞു. താൻ അവരെ വിട്ട് ഒരു കല്ലേറ് ദൂരത്തോളം വാങ്ങിപ്പോയി മുട്ടുകുത്തി, കർത്താവേ, നിനക്ക് മനസ്സുണ്ടെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീക്കണമേ, എങ്കിലും എൻ്റെ ഇഷ്ടമല്ല നിന്റെ ഇഷ്ടം തന്നെയാകട്ടെ എന്ന് പ്രാർത്ഥിച്ചു. അവനെ ശക്തിപ്പെടുത്തുവാൻ സ്വർഗത്തിൽ നിന്നൊരു ദൂതൻ അവന് പ്രത്യക്ഷനായി. ദൈവത്തിന് സ്തോത്രം. കർത്താവായ യേശുക്രിസ്തുവും ശിഷ്യന്മാരും കൂടി പതിവ് പോലെ ഒലിവുമലയിലേക്ക് പ്രാർത്ഥിക്കുവാൻ വേണ്ടി പോവുകയാണ്. ഒലിവുമലയുടെ ഗെത്സമന തോട്ടത്തിൻ്റെ പ്രധാന കവാടത്തിലെത്തിയപ്പോൾ കർത്താവ് ശിഷ്യന്മാരിൽ 8 പേരോട് പറഞ്ഞു, നിങ്ങൾ ഇവിടെ ഇരുന്നു കൊള്ളുക. പത്രോസ് ശ്ലീഹായെയും യാക്കോബ് ശ്ലീഹായെയും യോഹന്നാൻ ശ്ലീഹായെയും കൂട്ടത്തിൽ വിളിച്ചു കൂട്ടി ഗെത്സമന തോട്ടത്തിനകത്തേക്ക് നടന്നെടുത്തു. അവിടെ ചെന്നപ്പോൾ കർത്താവായ യേശുക്രിസ്തു അവരോട് പറഞ്ഞു, നിങ്ങൾ ഇവിടെ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുക. ഒരു കല്ലേറ് ദൂരം കർത്താവ് മുന്നോട്ട് പോയി കവിണ് വീണ് കിടന്ന് അതിശ്രദ്ധയോടെ പിതാവിൻ്റെ സന്നിധിയിൽ ഹൃദയം പകരുന്ന രംഗമാണ് ഗെത്സമനയിൽ നാം കാണുന്നത്. കർത്താവായ യേശുക്രിസ്തു 11 ശിഷ്യന്മാരുമായി നടന്നെടുത്തു. ഇപ്പോൾ 3 ഗ്രൂപ്പായി തിരിഞ്ഞു. 8 പേര് വാതുക്കലിരിക്കുന്നു, 3 പേര് അകത്ത് ഗെത്സമന തോട്ടത്തിലായിരിക്കുന്നു. കർത്താവായ യേശുക്രിസ്തു തോട്ടത്തിൻ്റെ ഉള്ളിലേക്ക് ചെന്ന് കവിണ് വീണ് കിടന്ന് പ്രാർത്ഥിക്കുന്നു. ആത്മീയത്തിൻ്റെ 3 തലങ്ങൾ നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കും. ചേർന്നടക്കുമ്പോൾ എല്ലാവരും ഉണ്ട്. യൂദ അതിനു മുമ്പ് വിട്ടുപോയിരുന്നു. ഇപ്പോൾ 8 പേര് വാതുക്കൽ കാവൽക്കാരെ പോലെ ഇരിക്കുകയാണ്. അവർ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വേദനയോ പ്രയാസമോ നെടുവീർപ്പോ കാണുന്നില്ല, കേൾക്കുന്നില്ല. ഒരു ഇന്നർ സർക്കിളിൽപ്പെട്ടതായി 3 പേരെയും വിളിച്ചുകൊണ്ട് കർത്താവായ യേശുക്രിസ്തു അകത്തേക്ക് ചെന്നു. കർത്താവ് പ്രാണവേദനയിലാണ്. കർത്താവായ യേശുക്രിസ്തു അനേക ഉപകാരങ്ങൾ, അനുഗ്രഹങ്ങൾ ശിഷ്യന്മാർക്ക് കൊടുത്തിട്ടുണ്ട്.
ഇപ്പോൾ കർത്താവായ യേശുക്രിസ്തു വളരെ വേദനയോടെ ശിഷ്യന്മാരുടെ ഉള്ളം തൊട്ട് അവരുടെ സഹായം പ്രാർത്ഥനയിൽ അപേക്ഷിക്കുകയാണ്. നിങ്ങൾ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കണം, ഞാൻ പ്രാണവേദനയിലാണ്. കർത്താവായ യേശുക്രിസ്തു അവരെ വിട്ട് മുന്നോട്ട് ചെന്ന് വീണുകിടന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമക്കളെ, ചേർന്ന് നടക്കാൻ ആളുകൾ ധാരാളമുണ്ട്, എന്നാൽ പറ്റിച്ചേർന്നിരിക്കാൻ ആളുകൾ ചുരുക്കമാണ്. എന്നാൽ അലിഞ്ഞു ചേർന്ന് ഒന്നായി നിൽക്കാൻ ആരെയും തന്നെ കാണുന്നില്ല. ആത്മീയ രംഗത്ത് നാം കാണുന്നതായ ഒരു വേദനാജനകമായ രംഗമാണ് ഇത്. യഥാർത്ഥമായ ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് കർത്താവായ യേശുക്രിസ്തുവിനോട് മുട്ടിയുരുമി നടക്കുന്നതല്ല, കർത്താവായ യേശുക്രിസ്തുവുമായി ചേർന്ന് നടക്കുന്നതല്ല, കർത്താവായ യേശുക്രിസ്തുവിൽ ഒന്നായി തീരുന്നതാണ്. ആത്മീയ ജീവിതത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ബന്ധമാണ്. അത് അടുത്ത് നിൽക്കുന്നതല്ല, അലിഞ്ഞു ചേരുന്നതാണ്. ചേർന്ന് നിൽക്കുന്നതല്ല, അകത്ത് വരുന്നതാണ്. ദൈവമക്കൾ ചിന്തിക്കേണ്ടതായ ഒരു കാര്യമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. നിങ്ങൾക്ക് കർത്താവായ യേശുക്രിസ്തുവുമായി വ്യക്തിപരമായ പിരിയാത്ത സജീവമായ ഒരു ബന്ധം സ്ഥാപിക്കാൻ സാധിച്ചിട്ടുണ്ടോ? ഇവിടെ ശിഷ്യന്മാർ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കാൻ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അപേക്ഷ കേട്ടുവെങ്കിലും അതനുസരിക്കുവാൻ സാധിച്ചില്ല. കാരണം അവർ സ്നേഹത്തിൽ കർത്താവായ യേശുക്രിസ്തുവുമായി ഹൃദയംഗമായി ഒന്നല്ല. കർത്താവായ യേശുക്രിസ്തു പ്രാണവേദനയിലാണ്. യേശുക്രിസ്തുവിൻ്റെ രക്തം ആദ്യം വീണ സ്ഥലമാണ് ഗെത്സമന. വിയർപ്പ് വലിയ തുള്ളി ചോര പോലെ നിലത്ത് വീണുമെന്നാണ് നാം വായിക്കുന്നത്. ദൈവത്തിൻ്റെ മഹത്വം. വേദശാസ്ത്ര പണ്ഡിതന്മാരും മാത്രമല്ല ഡോക്ടേഴ്സും മെഡിക്കൽ ശാസ്ത്രവും പറയുന്നത് വേദനയുടെ പാരമ്യത്തിലാണ് ഇപ്രകാരം ഞരമ്പുകൾ പൊട്ടി രക്തം വിയർപ്പായി ഒഴുകുന്നത്. ഒരു മെഡിക്കൽ ബുക്കിലും ഇപ്രകാരം ഒരു രംഗം രേഖപ്പെടുത്തിയിട്ടില്ല എന്നാണ് ഞാൻ വായിച്ചത്. രോമകൂപങ്ങളിൽ കൂടി രക്തം വലിയ തുള്ളി പനിച്ചു വരികയല്ല, വലിയ തുള്ളി ചോര പോലെ ഒഴുകി വരുന്നു. എന്തു വലിയ ആന്തരിക വ്യഥയാണ് കർത്താവായ യേശുക്രിസ്തു അനുഭവിക്കുന്നത്. ആ സമയത്ത് കർത്താവായ യേശുക്രിസ്തു പ്രാണവേദനയിലാണ്. പിതാവാൻ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഹൃദയം പകരുകയാണ്. ദൈവമക്കളെ, എന്താണ് ഹൃദയം പകരുന്നത്? വേദനയുടെ കാര്യം എന്താണ്? മനുഷ്യവർഗം ചെയ്തു കൂട്ടിയതായ പാപത്തിൻ്റെ കൈപ്പേറിയ കലർപ്പ് മുഴുവൻ കൂട്ടിച്ചേർത്തായിരിക്കുന്ന കാസ പിതാവായ ദൈവത്തിൻ്റെ സന്നിധിയിൽ പിതാവായ ദൈവത്തിൻ്റെ നിയോഗം അനുസരിച്ച് കുടിക്കേണ്ടിയിരിക്കുന്നു. യേശുക്രിസ്തു ഏറ്റവും വെറുക്കുന്നതും അറപ്പോടെ കാണുന്നതും പാപമാണ്. കർത്താവായ യേശുക്രിസ്തു ലോകത്തിൻ്റെ പാപത്തെ ചുമന്നൊഴിക്കാൻ വേണ്ടിയിട്ടാണ് ലോകത്തിലേക്ക് പിതാവൻ ദൈവത്തിൻ്റെ ദൗത്യവും പേറിക്കൊണ്ട് വന്നത്. ഇപ്പോൾ ആ കയ്പ് കാസ കുടിക്കേണ്ടി വന്നിരിക്കുകയാണ്. പിതാവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീക്കണമേ എന്ന് ഉള്ളം തൊട്ട് പ്രാർത്ഥിക്കുകയാണ്. എന്നിട്ട് 3 പ്രാവശ്യം ആവർത്തിച്ച് പറയുന്നൊരു കാര്യമുണ്ട്, എങ്കിലും എൻ്റെ ഇഷ്ടമല്ല നിന്റെ ഇഷ്ടം തന്നെ ആകട്ടെ എന്ന് പ്രാർത്ഥിച്ചു. 42-ാമത്തെ വാക്യം വായിച്ച്. 42-ാമത്തെ വാക്യം, പിതാവേ, നിനക്ക് മനസ്സുണ്ടെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീക്കണമേ, എങ്കിലും എൻ്റെ ഇഷ്ടമല്ല നിന്റെ ഇഷ്ടം തന്നെ ആകട്ടെ എന്ന് പ്രാർത്ഥിച്ചു. ഇതൊരു തത്വമായിട്ട് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാനല്ല ബലഹീനനായി ഞാൻ ആഗ്രഹിക്കുന്നത്. ഈ വചനം ആരെല്ലാം എവിടെയെല്ലാം ഇരുന്ന് കേൾക്കുന്നു, ഞാൻ ഉൾപ്പെടെ, നമുക്കെല്ലാവർക്കും കർത്താവായി യേശുക്രിസ്തുവിനോട് കൂടെ ഗെത്സമനയിൽ യേശു കവിണ് വീട് കിടക്കുന്ന സ്ഥലത്തേക്ക് ചെല്ലാം. മനനം ചെയ്യുവാൻ കഴിയുന്നവനാണ് മനുഷ്യൻ. നമുക്ക് തീർച്ചയായിട്ടും ആത്മാവിൽ ദൈവമക്കളെ കർത്താവായി യേശുക്രിസ്തു വീണ് കിടക്കുന്നതിൻ്റെ ആ പിറകിൽ ഒന്ന് കവിണ് വീണ് കിടക്കാം. കർത്താവായി യേശുക്രിസ്തുവിൻ്റെ രക്തം വലിയ തുള്ളി ചോര പോലെ ഇപ്പോൾ ഒഴുകി വരുന്നതായ ആ രക്തത്തിൻ്റെ സുഗന്ധം നിങ്ങൾക്ക് മണക്കാൻ സാധിക്കും. അത് സ്നേഹജീവൻ്റെ രക്തമാണ്. അത് എനിക്ക് വേണ്ടി ചൊരിയുന്ന രക്തമാണ്. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധ രക്തം ആദ്യം വീണത് ഗെത്സമനയിലാണ്. അത് എനിക്ക് വേണ്ടിയിട്ടാണ്. ഈ പാനപാത്രം കുടിക്കേണ്ടി വന്നല്ലോ എന്നുള്ള വ്യഥയിൽ നിന്നാണ് എല്ലാം ആന്തരികമായ വേദന തിങ്ങി നിറഞ്ഞ് കർത്താവായ യേശുക്രിസ്തു വിയർപ്പ് രക്തം പോലെ ഒഴുക്കി കവിണ് വീണ് കിടക്കുന്നത്. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. സഹോദരി സഹോദരന്മാരെ, നിങ്ങൾ ആ വേദന കാണുന്നുണ്ടോ?
നിങ്ങളെ കർത്താവിനോട് ചേർന്ന് ആ കാൽക്കൽ വീണ് കിടക്കുന്നുണ്ടോ? എന്തിനാണ്? ഇന്നൊരു സമർപ്പണം എടുക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളെ ആഹ്വാനം ചെയ്യുകയാണ്. പിതാവേ, എൻ്റെ ഇഷ്ടമല്ല നിൻ്റെ ഇഷ്ടം. നിങ്ങൾക്കത് ഉള്ളം തൊട്ടെന്ന് പറയുവാൻ സമ്മതമാണ്. അരുമനാഥൻ്റെ വിശ്വാസത്തിൻ്റെ കരം കൊണ്ടൊന്ന് തൊട്ടുകൊണ്ട്, കർത്താവേ, എന്ന് ഞാൻ നിർണായകമായ ഒരു തീരുമാനമെടുക്കുകയാണ്. ഒത്തിരി തന്നിഷ്ടം എൻ്റെ ജീവിതത്തിലുണ്ട്, ഒത്തിരി സ്വാർത്ഥത എൻ്റെ ജീവിതത്തിലുണ്ട്. നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ എന്ന് കർത്താവായ യേശു ക്രിസ്തു ചൊല്ലിത്തന്ന് പഠിപ്പിച്ചതായ പ്രാർത്ഥന ഞാൻ പലവട്ടം ഉരുവിടുന്നുവെങ്കിലും എൻ്റെ ജീവിതത്തിൽ ഞാൻ നോക്കുമ്പോൾ തന്നിഷ്ടം മാത്രമാണ് നടക്കുന്നത്. എപ്പോൾ ഉറങ്ങണം? എനിക്ക് ഉറക്കം വരുമ്പോൾ. എപ്പോൾ എഴുന്നേൽക്കണം? എനിക്കിഷ്ടമുള്ളപ്പോൾ. എന്ത് ഭക്ഷിക്കണം? എനിക്ക് രുചിയായിട്ട് തോന്നുന്നത്. എന്ത് സംസാരിക്കണം? എൻ്റെ നാവിൽ കൂടി ഒഴുകി വരുന്നത്. എന്തിലേക്ക് നോക്കണം? എങ്ങോട്ട് പോകണം? എങ്ങനെ പണം ചെലവഴിക്കണം? സഹോദരി സഹോദരന്മാരെ, പ്രാർത്ഥന ഉരുവിട്ടാൽ മതിയോ? തികഞ്ഞ തന്നിഷ്ടത്തിലല്ലേ നിങ്ങൾ ജീവിക്കുന്നത്? ദൈവ ഇഷ്ടത്തിന് വേണ്ടി ഉള്ളം തൊട്ട് സമർപ്പിക്കുവാനും അവൻ്റെ ഇഷ്ടപ്രകാരം മാത്രം ജീവിതത്തിൻ്റെ വിശദാംശങ്ങളെ നിയന്ത്രിക്കുവാനും നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടോ? നിങ്ങളുടെ ആത്മീയം ദൈവം സന്തോഷിക്കുന്നതാണോ? ഇപ്പോൾ നിങ്ങൾക്ക് കർത്താവായ യേശുക്രിസ്തുവിനോട് ചേർന്ന് മുട്ടുമടക്കി പിതാവൻ ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് സമ്പൂർണ്ണമായി തിരുക്കുമാരനെ ഏൽപ്പിച്ചു കൊടുത്തതുപോലെ ദൈവ ഇഷ്ടത്തിന് വേണ്ടി ഒരു പുതിയ സമർപ്പണം ഉള്ളം തൊട്ടെടുക്കുവാൻ നിങ്ങൾക്ക് മനസ്സാണോ? നിങ്ങളോട് ചേർന്ന് ഞാനും ഒരു സമർപ്പണം എടുക്കുകയാണ്. കർത്താവായ യേശുക്രിസ്തു വളരെ വേദനയോടെ അവിടെ നിന്ന് എഴുന്നേറ്റു. ചെന്നപ്പോൾ ശിഷ്യന്മാർ സുഖസുഷ്മയിലാണ്, ഉറക്കത്തിലാണ്. എനിക്കത് വിശദീകരിക്കാൻ ശക്തിയില്ല. തിരസ്കാരത്തിൻ്റെ രംഗമാണ് നാം അവിടെ കാണുന്നത്. വളരെ ആത്മാർത്ഥമായി ഊണിലും ഉറക്കത്തിലും ചേർത്ത് നിർത്തിക്കൊണ്ടു തന്ന് അനുഗ്രഹങ്ങളെല്ലാം പകർന്നു കൊടുത്ത് അതിൻ്റെ മാധുര്യം അനുഭവിച്ചതായ ശിഷ്യന്മാർ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ഏറ്റവും വേദനാജനകമായ രംഗത്ത് സുഖമായി ഉറങ്ങുന്നു. ആത്മീയത്തിൻ്റെ വേദനാജനകമായ രംഗമാണിത്. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ഭാവത്തോട് ചേരുവാൻ നമുക്ക് സാധിക്കുന്നില്ല. യേശുക്രിസ്തുവിൻ്റെ വേദനയിൽ വേദനിക്കുവാൻ, പങ്കാളികളാകുവാൻ നമുക്ക് സാധിക്കുന്നില്ല. യേശുക്രിസ്തു സന്തോഷിക്കുന്നതിൽ സന്തോഷിക്കുവാൻ നമുക്ക് സാധിക്കുന്നില്ല. മുടിയനായ പുത്രൻ്റെ ഭൂമിയിലെ മൂത്ത സഹോദരൻ, ഇളയ സഹോദരൻ നാളുകൾക്ക് ശേഷം മടങ്ങി വന്നു. അപ്പന് സന്തോഷമായി. എന്നാൽ ചേർന്ന് നിന്നതായ മൂത്ത മകന് ആ സന്തോഷത്തിൽ പങ്കുചേരുവാൻ സാധിക്കുന്നില്ല. ശാരീരികമായ ബാഹ്യമായിരിക്കുന്ന ബന്ധം മാത്രമേ ഉള്ളൂ. ആന്തരികമായിരിക്കുന്ന ഒരു ചേർച്ചയും അലിഞ്ഞു ചേരുന്ന ഒരു അനുഭവവും ദൈവമായിട്ട് ഇന്ന് അനേകർക്കും ഇല്ല. തായ്തണ്ടിനോട് ചേർന്നിരിക്കുന്ന ചില്ലി പോലെ പിരിയാത്തതായ സജീവമായൊരു ബന്ധമില്ല. ദൈവമക്കൾ ശ്രദ്ധിക്കണം. നിങ്ങളെല്ലാവരും കൂട്ടായ്മയിൽ വരുന്നവരാണ്. കൂട്ടായ്മ എന്ന് പറയുന്ന നിർവചനം യോഹന്നാൻ കൊടുക്കുന്നുണ്ട്. അത് പിതാവാൻ ദൈവത്തോടും അവൻ്റെ പുത്രനായ യേശു ക്രിസ്തുവിനോടുള്ളതായ പിരിയാത്തതായ ബന്ധമാണ്. ദൈവനാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ. ദൈവമക്കളെ, അത് ഒരു ഓർഗനൈസേഷനല്ല, അതൊരു ഓർഗാനിസമാണ്. കർത്താവ് പറഞ്ഞു, തലയാകുന്ന കർത്താവിനോട് ചേർന്ന് നിൽക്കുന്ന ശരീരത്തിൻ്റെ അവയവങ്ങളാണ്. ഒരേ രക്തമാണ് കർത്താവിൽ കൂടിയും നമ്മൾ കൂടിയും ഒഴുകേണ്ടത്. ആ ഒരു രക്തത്തിൻ്റെ അംശികളായിട്ട് സജീവമായ സ്നേഹത്തിൻ്റെ ബന്ധം പുലർത്തുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? ശിഷ്യന്മാർ കിടന്ന് ഉറങ്ങുകയാണ്. കർത്താവായ യേശു ക്രിസ്തു രണ്ടാമത് വന്ന് നോക്കിയപ്പോഴും ഉറങ്ങുകയാണ്, മൂന്നാമതും ഉറങ്ങുകയാണ്. ദൈവമക്കളെ, അത് വിശദീകരിക്കാൻ എനിക്ക് കരുത്തില്ല. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മനോഭാവം ഉൾക്കൊള്ളുവാൻ, വേദനയിൽ വേദനിച്ച് പങ്കാളിയാകുവാൻ, സ്നേഹത്തിൽ അലിഞ്ഞു ചേരുവാൻ സാധിക്കാത്തതായ ഒരു കൂട്ടം മെക്കാനിക്കൽ ബന്ധമായി നടക്കുന്ന ആളുകളുടെ കൂട്ടായി മതപ്പതിക്കാനായിട്ട് ഇടവരരുത്. ദൈവത്തിന് സ്തോത്രം. എങ്കിലും കർത്താവായ യേശു ക്രിസ്തു എഴുന്നേൽപ്പിൻ നാം പോക എന്ന് പറഞ്ഞ് അവരെ ചേർത്തണയ്ക്കുന്ന രംഗം നമുക്ക് കാണുവാൻ സാധിക്കും. മാത്രമല്ല, അവിടെ കാണുന്ന വേദനാജനകമായ മറ്റൊരു രംഗം ഒറ്റിക്കൊടുക്കുന്ന സ്നേഹത്തിൻ്റെ ചുംബനമാണ്. ദൈവമക്കളെ, ദി മോസ്റ്റ് ട്രെച്ചറസ് കിസ് ഇൻ ദിസ് ബയോളജിക്കൽ വേൾഡ്. എപ്പോഴും നമുക്കറിയാം, ചുംബനം ഒരു സ്നേഹത്തിൻ്റെ ലക്ഷണമാണ്. കൊച്ചു കുഞ്ഞുങ്ങളെ സ്നേഹവാത്സല്യത്തോടെ നാം ചുംബിക്കുന്നു. ഇവിടെ യൂദ ചേർന്ന് നടന്നു. ഇപ്പോൾ അവനിൽ സാത്താൻ കയറി. ഇപ്പോൾ കർത്താവായ യേശുക്രിസ്തുവിനെ ബന്ധിക്കുവാൻ വരുന്നവരുടെ മുന്നിൽ
നമുക്ക് ഈ ശിഷ്യനെ കാണുവാനായിട്ട് സാധിക്കും. വന്ന് ചൂണ്ടിക്കാണിച്ചു കൊടുക്കുകയല്ലേ ഇത്? ചുംബനം, സ്നേഹ ചുംബനം. ഞാൻ ചുംബിക്കുന്നവനെ പിടിച്ചുകൊള്ളാനാണ് പറയുന്നത്. കർത്താവായ യേശു ക്രിസ്തുവിനെ വിലയ്ക്ക് കൊടുത്ത രംഗം, അതാണ് ഗെത്സമന. ആത്മീയം ഒരിക്കലും ആദായ സൂത്രമായിട്ട് എടുക്കരുത്. കർത്താവായ യേശു ക്രിസ്തു ഓശാന ദിവസം യെരൂശലേം ദേവാലയത്തിലേക്ക് കടന്നു ചെന്നു. അത് മനോഹരമായി ദീപ്യഷ്ടികൾ കൊണ്ട് അലങ്കൃതമാണ്. മഹാപുരോഹിതന്മാരുണ്ട്, യാഗവസ്തുക്കളുണ്ട്, ധൂപം ഉയരുന്നുണ്ട്. എന്നാൽ രഹസ്യങ്ങൾ അറിയുന്ന കർത്താവായ യേശു ക്രിസ്തു അതിനകത്തേക്ക് ചെന്ന് എല്ലാം മനസ്സിലാക്കിയിട്ട് വളരെ വേദനയോടെ ഉള്ളം ഞരങ്ങിക്കൊണ്ട് പറഞ്ഞു, ഇത് പ്രാർത്ഥനാലയമല്ല, ഇത് കള്ളന്മാരുടെ ഗുഹയാണ്. അതുകൊണ്ട് പൗലോസ്ലീഹ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു, നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമെന്നും ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നെന്നും നിങ്ങൾ അറിയുന്നില്ലയോ? ദൈവത്തിൻ്റെ മന്ദിരത്തെ നശിപ്പിക്കുന്നവനെ ദൈവം നശിപ്പിക്കും. ഞാൻ ആരെയും കുറ്റം പറയുകയല്ല. ഓരോ ദൈവവൈതലും, സ്ത്രീയാണേലും പുരുഷനാണെങ്കിലും പ്രായവ്യത്യാസമില്ലാതെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിന്നെ വിളിക്കുന്നത് ദൈവാലയം എന്നാണ്. യു ആർ ദി ഹോളി ടെമ്പിൾ ഓഫ് ഗോഡ്. യു ആർ ദി പേഴ്സണൽ ഇൻഡ്വെല്ലിംഗ് പ്ലേസ് ഓഫ് ദി ഹോളി സ്പിരിറ്റ്. തേജോമയനായ ദൈവത്തിൻ്റെ വാസസ്ഥലമാണ് ഞാനും നിങ്ങളും. കന്യമറിയാം എന്തുകൊണ്ടാണ് സെയിൻറ്റ് മേരി ആയത്? സൗന്ദര്യം കൊണ്ടല്ല. ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞ് ദൈവവചനത്തിൽ സമ്പൂർണമായി ദൈവ ഇഷ്ടത്തിന് വിധേയപ്പെടുത്തി കൊടുത്തു. കർത്താവായ യേശു ക്രിസ്തു അവളിൽ ഉരുവായി. ദൈവത്തിൻ്റെ സ്തോത്രം. യേശുവിൻ്റെ മാതാവാണ് സെയിൻറ്റ് മേരി ആയത്. ഞാനും കർത്താവായ യേശു ക്രിസ്തുവിനെ അന്തരംഗത്തിൽ സ്വീകരിച്ചിട്ട് ദൈവാലയമായി മാറുമ്പോൾ ഞാനും ഒരു സെയിൻ്റായി ജീവിക്കേണ്ടതാണ്. ഞാൻ എന്നോട് തന്നെ ചോദിക്കാറുണ്ട്, സെയിൻറ്റ് മാത്യു എന്ന് വിളിക്കാൻ നിനക്ക് സമ്മതമാണ്? നിന്റെ ജീവിതം അതുപോലെ സാക്ഷ്യമാണ്. ദൈവമക്കൾ ഇത് കേൾക്കുമ്പോൾ ഒരു വെല്ലുവിളിയായിട്ടെടുക്കണം. ഒരു ഹോളി ലൈഫ് ഇന്ന് തുടങ്ങാൻ നിങ്ങൾക്ക് മനസ്സാണ്. അതിന് വേറെ ഒന്നും വേണ്ട. യേശുവിനോട് ചേർന്ന് ഗെത്സമനയിൽ മുട്ടുമടക്കി രക്തം വാർന്നൊലിക്കുന്ന രംഗം. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ സാക്ഷികളാണല്ലോ. ഒരു നിർണായകമായ തീരുമാനമെടുത്താൽ മതി. ഇന്നു മുതൽ സ്വന്തം ഇഷ്ടം, തന്നിഷ്ടം താഴെ വെച്ച് ദൈവത്തിൻ്റെ ഇഷ്ടം എൻ്റെ ജീവിതത്തിൽ സമ്പൂർണ്ണമായി നിറവേറ്റുവാൻ ഞാനൊരു പുതിയ സമർപ്പണം എടുക്കുന്നു. നന്ദിയോടെ സ്തോത്രം. കർത്താവായ യേശു ക്രിസ്തു പ്രാണവേദനയിലായി കവിണ് വീണ് കിടന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇതിനോട് ചേർന്ന് എനിക്കൊരു കാര്യം കൂടി ഓർപ്പിക്കുവാനായിട്ടുണ്ട്. ലൂക്കോസ് 22:43 എടുത്ത് ലൂക്കോസ് 22:43. അവനെ ശക്തിപ്പെടുത്തുവാൻ സ്വർഗത്തിൽ നിന്നൊരു ദൂതൻ അവന് പ്രത്യക്ഷനായി. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ദൈവമക്കളെ, ഇതും പ്രായോഗിക ജീവിതത്തിൽ നിങ്ങൾക്കൊന്ന് പ്രാവർത്തികമാക്കാം. ജീവിതത്തിൽ നമുക്ക് വേദനകൾ വരും, ദുഃഖങ്ങൾ വരും, ദാരിദ്ര്യം വരും, കടബാധ്യതകൾ വരും, ആന്തരികവും ആത്മീയമായിരിക്കുന്ന ഞെരുക്കങ്ങൾ വരും. ഒരടി പോലും മുന്നോട്ട് പോകാൻ സാധ്യമല്ലാത്ത വിധത്തിൽ ആടി ഉലയുന്ന സ്ഥിതിവിശേഷത്തിലേക്ക് മനുഷ്യൻ പലപ്പോഴും തളർന്നു വീഴാറുണ്ട്. നിങ്ങൾ എന്തു ചെയ്യും? ദൈവത്തെ പഴിക്കുകയാണോ? സാഹചര്യത്തെ കുറ്റം പറയുകയാണോ? ദൈവസ്നേഹത്തെ ചോദ്യം ചെയ്യുകയാണോ? ഇവിടെ കർത്താവായ യേശു ക്രിസ്തു കാണിച്ചു തന്ന മാതൃക നമ്മൾക്ക് അനുകരണീയമാണ്. കർത്താവായ യേശു ക്രിസ്തു വീണ് ജീവിതത്തിൻ്റെ ഉള്ളറ ദൈവസന്നിധിയിൽ തുറന്നു. ദൈനംദിന ജീവിതത്തിൽ ഇത് നിങ്ങൾക്കൊന്ന് പ്രാവർത്തികമാക്കിയെടുക്കാമോ? ജീവിതം പ്രശ്ന സങ്കീർണമാണ്. തീരാത്ത ദുഃഖവും തോരാത്ത കണ്ണുനീരും മനുഷ്യനിൽ നിന്ന് വിട്ടുമാറാതെ പിന്തുടരും. അത് ഇന്നും നാളെയും എന്നും ഉണ്ടാകും. ദൈവമക്കളെ, എല്ലാം കൊണ്ടും സുഖലോലുപതയുടെ സുഖിച്ചു വിളച്ച് ആഡംബര വിഭൂഷിതരായി മൃഷ്ടാന്ന ഭോജനം കഴിച്ചുകൊണ്ട് ഒന്നിനും കുറവില്ലാത്ത ഒരു ജീവിതം നയിക്കാൻ വേണ്ടി അല്ല നമ്മൾ കർത്താവിൻ്റെ പിന്നാലെ ഇറങ്ങി തിരിച്ചിരിക്കുന്നത്. അത് ക്രൂശിൻ്റെ ബാധയാണ്, നിന്ദയുടെ ബാധയാണ്, വേദനയുടെ ബാധയാണ്. അത് കർത്താവായ യേശു ക്രിസ്തു സഹിച്ച് മുന്നേറിയതായ ക്രൂശിൻ്റെ പാതയാണ്. അതിൽ കൂടി പോകുന്ന ദൈവമക്കൾക്ക് ലോകത്തിനെതിരായി, ഒഴുക്കിനെതിരായുള്ള യാത്രയായതുകൊണ്ട് പ്രതികൂലത്തിൻ്റെ കാറ്റ് ശക്തിയോടെ അടിക്കും, ഉലയ്ക്കും. മുന്നോട്ട് പോകാൻ സാധ്യമല്ലാത്തൊരു സ്ഥിതിവിശേഷം വരും. തകർന്ന് നിരാശപ്പെട്ട ആത്മീയം ഇട്ടിട്ട് പോകുന്ന രംഗമല്ല നമ്മൾ ഇന്ന് പ്രതീക്ഷിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ എന്ത് ചെയ്യണം? രാത്രിയുടെ ഏകാന്തതയിലും സമയം കിട്ടുമ്പോഴുമെല്ലാം അരുമനാഥൻ്റെ സന്നിധിയിൽ കണ്ണുനീരോടെ വീണ് കിടക്കണം.
ഹല്ലേലൂയ. ഹൃദയം പകരണം. ഹന്ന ദൈവാലയത്തിൽ ചെന്ന് അവളുടെ ജീവിതത്തിൻ്റെ ഉള്ളറയുടെ വേദന എന്താണ് എന്ന് ദൈവത്തോട് പകർന്നു, മുഴുവൻ തുറന്നു പറഞ്ഞു. പിന്നെ അവളുടെ മുഖം വാടിയതുമില്ല എന്നാണ് വചനം രേഖപ്പെടുത്തുന്നത്. ഹല്ലേലൂയ. ദൈവസാന്നിധ്യത്തിൻ്റെ മാധുര്യം അല്പമെല്ലാം രുചിച്ചുകൊണ്ടാണ് വാർദ്ധക്യത്തിലേക്ക് വന്നിരിക്കുന്ന പാവപ്പെട്ട അടിയൻ ഇത് പറയുന്നത്. ഹല്ലേലൂയ. ജീവിതത്തിൽ വേദനകൾ വന്നിട്ടുണ്ട്, കണ്ണുനീര് വന്നിട്ടുണ്ട്, എന്തു ചെയ്യേണ്ടു എന്ന് വിചാരിച്ച് പകച്ചു നിന്ന ചില രംഗങ്ങൾ ഇപ്പോൾ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന ഈ ബലഹീനായ എൻ്റെ ജീവിതത്തിൽ വന്നിട്ടുണ്ട്. രാത്രിയുടെ ഏകാന്തയിൽ എനിക്ക് ഒരു കാര്യം അറിയാം, കവിണ് വീണ് അരുമനാഥൻ്റെ കാൽപാദം കെട്ടിപ്പിടിച്ചുകൊണ്ട് കരയാൻ അറിയാം. ദൈവമക്കളെ കരച്ചിൽ കഴിയുമ്പോൾ പുതിയ ശക്തിയോടെ നമുക്ക് എഴുന്നേറ്റ് പോരാനായിട്ട് സാധിക്കും. ഇപ്പോൾ എൻ്റെ ഭാരമെല്ലാം ക്രൂശിൻ ചോട്ടിലാണ്. ദൈവത്തിൻ്റെ അനുഗ്രഹം എൻ്റെ മേൽ പകർന്നു കിട്ടിയിരിക്കുകയാണ്. ഈ ഒരു സ്വർഗീയ അനുഭൂതിയാണ് നമുക്ക് ആവശ്യമായിരിക്കുന്നത്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. നിങ്ങളുടെ ജീവിതത്തിൽ ഇന്നത്തെ വൻ ശുശ്രൂഷ കഴിയുമ്പോൾ ഒരു ഭാരവുമായിട്ടല്ല എഴുന്നേൽക്കേണ്ടത്. ഹല്ലേലൂയ. ആശ്വാസം പകർന്നു തരുന്ന ദൈവം നിങ്ങൾക്ക് നിറവടിയായി സമാധാനം പകർന്നു തരും. അവൻ്റെ ആണിപ്പെടുത്തൽക്കാരൻ നമ്മളുടെ തലമേൽ വരും. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, മത്തായിയുടെ സുവിശേഷം 26-ാം 46 വാക്യം വായിക്കാം. ശിഷ്യന്മാർ ഉറങ്ങുകയാണ്. 1 അല്ല 2 അല്ല 3 പ്രാവശ്യം. നമ്മളാണെങ്കിൽ എന്തു ചെയ്യും? എൻ്റെ നിർണായകമായ വേദനയുടെ സമയത്ത് ഞാൻ കെഞ്ചി അപേക്ഷിച്ചിട്ടും എനിക്ക് വേണ്ടി ഉണർന്നിന്ന് പ്രാർത്ഥിക്കാൻ താല്പര്യം കാണിക്കാത്ത കഠിന ഹൃദയമുള്ള ശിഷ്യന്മാരുള്ള കർത്താവിൻ്റെ പ്രതികരണം എന്തായിരുന്നു? എഴുന്നേൽപ്പീൻ, നാം പോക. പിന്നെയും ചേർത്ത് നിർത്തുകയാണ്, തള്ളിക്കളയുകയല്ല. ഇത് നാം ദൈനംദിന ജീവിതത്തിൽ സ്വീകരിക്കേണ്ട ഒരു മാതൃകയാണ്. ഞാൻ വേദനിച്ച് കിടക്കുന്നു, എനിക്ക് എഴുന്നേൽക്കാൻ ബുദ്ധിമുട്ടുണ്ട്, ക്ഷീണമുണ്ട്, രോഗമുണ്ട്. ഞാൻ എൻ്റെ ഭാര്യയോട് അല്പം വെള്ളം കുടിക്കാൻ ചോദിക്കുന്നു, തരുന്നില്ല. വീണ്ടും ചോദിക്കുന്നു, തിരിഞ്ഞു നോക്കുന്നില്ല. നല്ല വേദനയുണ്ട്, അടുത്തേക്ക് വിളിക്കുന്നു, കേൾക്കുന്നില്ല. ദൈവമക്കളെ, പരിഭവം വരുമോ? ഭാര്യയുടെ അല്ലെങ്കിൽ ഭർത്താവിൻ്റെ ചില പ്രതികരണത്തിൽ കർത്താവിനെ സ്നേഹിക്കാൻ മാത്രമേ അറിയാവുള്ളൂ. ഇങ്ങനെയുള്ളവരെ എന്തിനാണ് ചേർത്ത് നിർത്തിക്കൊണ്ട് നടക്കുന്നത്? എന്തുമാത്രം സഹായവും കരുതലും ഞാൻ അവർക്ക് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടും നിർണായകമായ വേദനയുടെ സമയത്ത് കരുണയുടെ കണിക അവൻ എന്നോട് കാണിച്ചില്ലല്ലോ എന്ന് പത്രോസ്ലീഹായോടോ മറ്റവരോടോ കർത്താവായ യേശുക്രിസ്തുവിന് പരിഭവമില്ല. ആസ് ഇഫ് നത്തിങ് ഹാഡ് ഹാപ്പൻഡ്, ഒന്നും സംഭവിക്കാത്ത പോലെ നാം ഒന്നിച്ചു പോകാമെന്നാണ് പറയുന്നത്. ദൈവത്തിൻ്റെ മഹത്വം, കർത്താവിന് സ്തോത്രം. ഈ ഒരു മനോഭാവം ഗെത്സമനയിൽ നാം പഠിക്കേണ്ടതാണ്. ദൈവത്തിൻ്റെ സ്തോത്രം. അവിടെ വെച്ച് കർത്താവായ യേശുക്രിസ്തു ബന്ധിക്കപ്പെടുകയാണ്. എനിക്കിത് പറയാൻ കരുത്തില്ല. അനേകരുടെ ബന്ധനമഴിച്ച കർത്താവായ യേശുക്രിസ്തു, എൻ്റെയും പാവബന്ധനം അഴിച്ചെന്നെ സ്വതന്ത്രനാക്കിയ കർത്താവായ യേശുക്രിസ്തു, സർവശക്തനായ കർത്താവായ യേശുക്രിസ്തുവിനെ ബന്ധിച്ച് ഇതാ കുരിശിൻ ചൂമ്പിച്ചുകൊണ്ട് പോകുന്ന രംഗം. ഹല്ലേലൂയ. സർവശക്തൻ ബന്ധിതനാകുന്നു. എന്തിനു വേണ്ടിയിട്ട്? എൻ്റെ ബന്ധനങ്ങൾ അഴിക്കാൻ. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ ഗെത്സമനയിലാണോ? നിങ്ങളിപ്പോൾ ശക്തിയോടെയാണ് എഴുന്നേൽക്കുന്നത്? ഗെത്സമനയിൽ ചൊരിഞ്ഞതായ രക്തത്തിൻ്റെ ശക്തി നിങ്ങളെ രൂപാന്തരപ്പെടുത്തിയിട്ടുണ്ടോ? ആരോടെങ്കിലും കയ്പും പരിഭവവും ഉണ്ടെങ്കിൽ അത് ഇവിടെ തീർക്കാൻ നിങ്ങൾക്ക് മനസ്സാണോ? എല്ലാവരിലും ഉപരിയായി കർത്താവേ, നിൻ്റെ ഇഷ്ടത്തിന് വേണ്ടി എൻ്റെ ജീവിതം സമർപ്പിക്കുന്നുവെന്ന് ഒരു പുതിയ സമർപ്പണം എടുക്കാൻ നിങ്ങൾക്ക് സമ്മതമാണോ? എങ്കിൽ നമ്മുടെ കണ്ണുകളെ അടക്കാം. കരുണ നിറഞ്ഞ ദൈവമേ, വാഴ്ത്തപ്പെട്ട പൊന്നു കർത്താവേ, നിന്നോട് ചേർന്ന് ഗെത്സമനയിൽ മുട്ടുമടക്കുവാൻ ഞങ്ങൾക്ക് ആഹ്വാനം തന്നതിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. യേശു ഒരു യാഥാർത്ഥ്യമാണ് എന്ന് വിശ്വസിപ്പാൻ തക്കവണ്ണം നീ ഞങ്ങളോട് കരുണ കാണിക്കുന്നതിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഞങ്ങൾ നിർണായകമായ ഒരു തീരുമാനം സ്വർഗം കേൾക്ക പറയുകയാണ്. അരുമനാഥൻ്റെ കാൽപാദം കെട്ടിപ്പിടിച്ചുകൊണ്ട് പറയുകയാണ്, ദൈവമേ, തന്നിഷ്ടം വേണ്ട എന്ന് വെച്ച് നിൻ്റെ ഇഷ്ടത്തിന് വേണ്ടി എൻ്റെ ജീവിതം ഇപ്പോൾ ഞാൻ സമ്പൂർണ്ണമായി സമർപ്പിക്കുകയാണ്. എന്നെ ശക്തീകരിക്കണമേ, ബലപ്പെടുത്തണമേ, മഹത്വം തിരുമേനിയെടുക്കണമേ. യേശു കർത്താവിൻ്റെ പരിശുദ്ധ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോട് കേട്ട് ഉത്തരമല്ലുമാറാകണമേ. ആമേൻ.